ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല സിമ്പിളാണ്, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 by 1 ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എല്ലാവരും ഇപ്പോൾ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ ഗീസർ ഹീറ്റ്സ് വാട്ടർ ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് 3 liter per minute. ഒരു ഗീസർ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നു. 3 liter ഒരു മിനിറ്റിൽ ഹീറ്റ് ചെയ്യും. 1 ലിറ്റർ വെള്ളത്തിന് എത്ര കിലോയാ? 1 കിലോ. അപ്പോൾ 3 liter എന്ന് പറഞ്ഞാൽ 3 കിലോ. ഓക്കെ, 3 കിലോ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 27 നിന്ന് 77 ഡിഗ്രിയിലേക്ക് മാറ്റാനുള്ള കപ്പാസിറ്റി ഗീസറിനുണ്ട്. ഓക്കെ, ഇതാണ് 1 മിനിറ്റ് കൊണ്ട്. ഇനി ഗീസർ ഓപ്പറേറ്റ്സ് ഇൻ എ ഗ്യാസ് ബർണർ. ഗ്യാസ് ബർണറിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഫ്യൂവൽ? റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഫ്യൂവൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം എഴുതാം. സമാധാനമായിട്ട് എഴുതിയാൽ മതി, ഒരു ടെൻഷനും പിടിക്കേണ്ട. നമ്മുടെ കയ്യിൽ എത്ര വെള്ളമുണ്ട്? 3 liter വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ 3 കിലോ വെള്ളമുണ്ട്. അപ്പം മാസ് ഞാൻ എഴുതുകയാണ്. മാസ് എത്രയാണ്? 3 കിലോ എന്ന് പറഞ്ഞാൽ 3000 ഗ്രാം. ഞാൻ ഗ്രാമിലേക്ക് മാറ്റിയത് ലാസ്റ്റ് വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ഗ്രാം കാണാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പം മാസ് എഴുതിയിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് എ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? 27 നിന്ന് 77ലേക്ക്. അപ്പോൾ 77 മൈനസ് 27, അപ്പോൾ എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും മനസ്സിലായി. ഇനി എന്താണ് റേറ്റ് ഓഫ് കൺസംഷൻ? റേറ്റ് ഓഫ് കൺസംഷൻ തന്നിട്ടുണ്ട്. എന്താണ് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഫ്യൂവൽ? എന്താണ് അതാണ് കണ്ടുപിടിക്കാനുള്ളത്. റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ് കൺസ്യൂംഡ് ഇൻ 1 മിനിറ്റ്. മാസ് കൺസ്യൂംഡ് ഇൻ 1 മിനിറ്റ് ആണ് ചോദ്യം. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മുടെ ഈ വാട്ടർ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു? ഹീറ്റ് എങ്ങനെ കാണും? mc∆T എന്നാണ്, അല്ലേ? എം എത്രയാണ്? എം എന്ന് പറയുന്നത് 3000 ആണ്. ഇൻറ്റു സിയുടെ വാല്യൂ വാട്ടറിൻ്റെ 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാമിലോട്ടാണ്. അപ്പോൾ 4000. അപ്പോൾ 4200നെ എങ്ങനെ മാറ്റും? 4.2 ഇൻറ്റു ∆Tയുടെ വാല്യൂ 50. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ 63 × 10⁴ ജൂളാണ് ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റിൽ ഇത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിരിക്കുന്നത് 4 × 10⁴ ജൂൾ ഫ്രം 1 ഗ്രാം. അപ്പോൾ 1 ഗ്രാമിൽ നിന്ന് ഫ്രം 1 ഗ്രാം എത്ര ഹീറ്റ് കിട്ടും? 1 ഗ്രാമിൽ നിന്ന് 4 × 10⁴ ജൂൾ ഹീറ്റ് കിട്ടും ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റിൽ. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള മാസ് എത്രയാണ്? നമ്മുടെ ഇവിടെ ഉള്ളത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചെഴുതാം. 1 ജൂളിന് അല്ലെങ്കിൽ 4 × 10⁴ ജൂളിന് 1 ഗ്രാം വേണം. അപ്പോൾ 1 ജൂളിന് എത്ര വേണം? 1/4 × 10⁴ ഗ്രാം വേണം, അല്ലേ? നമ്മുടെ ഇവിടെ എത്ര ജൂളുണ്ട്? 63 × 10⁴ ഉണ്ട്, അല്ലേ? അപ്പോൾ അതിന് എത്ര വേണം? അപ്പോൾ 63 × 10⁴ ജൂളിന് എത്ര വേണം? അപ്പോൾ 63 × 10⁴ ഇൻറ്റു 1/4 × 10⁴. ഓക്കെ, ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരുന്നത് സംതിങ് എത്ര വരും? നിങ്ങൾക്ക് തന്നെ ഒരു 15 മേലുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോൾ ദാറ്റ് ആ വാല്യൂ എഴുതണം. 10⁴ ക്യാൻസൽ ആവും. ആൻസർ ആയില്ലേ? അപ്പോൾ അത്രയും ഗ്രാം എന്ന് കിട്ടി ഇൻ 1 മിനിറ്റ്. ഇൻ 1 മിനിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഫൈനൽ ആൻസർ എന്താണ്? ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് പറയാം. ഇത് നമ്മളെങ്ങും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു വല്ലായിക തോന്നുന്നത്. അപ്പോൾ സമാധാനമായിട്ട് പറഞ്ഞാൽ 3 ലിറ്റർ വെള്ളം, അപ്പോൾ 3 കിലോ എന്ന് പറഞ്ഞാൽ 3000 ഗ്രാം. അതിൻ്റെ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറിയാം. ഇനി റേറ്റ് ഓഫ് കൺസംഷൻ ആണ് ചോദ്യം. റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഫ്യൂവൽ എന്ന് ചോദിച്ചാൽ മാസ് കൺസ്യൂംഡ് ഇൻ 1 മിനിറ്റ് ആണ് ചോദ്യം. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വാട്ടർ എങ്ങനെ കാണും? mc∆T. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 3 ജൂൾ ഇൻ 1 മിനിറ്റിൽ അബ്സോർബ് ചെയ്യും.
അതായത് നമ്മുടെ ലാസ്റ്റ് ഒരു സെൻറ്റൻസിനുണ്ട് ഹീറ്റ് ഓഫ് കമ്പഷൻ അതായത് 1 ഗ്രാമിൽ നിന്ന് 4 × 10⁴ ജൂൾ കിട്ടും. തിരിച്ചു പറഞ്ഞാൽ 4 × 10⁴ ജൂളിന് 1 ഗ്രാം വേണം. അപ്പോൾ 1 ജൂളിന് 1/3 ഗ്രാം വേണം. അപ്പോൾ നമ്മുടെ ഇവിടെ 63 × 10⁴ ജൂളിന് എത്ര ഗ്രാം വേണം? അപ്പോൾ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മച്ച് ഗ്രാം ഇൻ 1 മിനിറ്റ്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഒന്ന് എഴുതി പഠിച്ചോണം, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ എങ്ങും പഠിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് ദാറ്റ് മസ്റ്റ് ബി സപ്ലൈഡ് ടു 2 × 10⁻² kilogram of nitrogen at a room temperature to rise the temperature by 45 degree at constant pressure എന്നാണ്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. നമ്മൾ സാധാരണഗതിയിൽ എഴുതുന്ന ഇക്വേഷൻ എന്താണ്? mc∆T ആണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് വെച്ച് എഴുതണം, nc∆T. ഇവിടെ C എന്ന് പറയുന്നത് CP ആണ്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം ഉണ്ടോയെന്ന് നോക്കുക. ∆T ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 45 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ∆T ഉണ്ട്. CPയുടെ വാല്യൂ നമുക്കറിയാം 7/2 R എന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 7/2 × 8.31 ജൂൾ പെർ മോൾ കെൽവിൻ, അത് നമുക്കറിയാം. ഓക്കെ, CPയുടെ വാല്യൂ അറിയാം. ഇനി എന്ത് വേണം? N വേണം. അപ്പോൾ N എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക, നൈട്രജനാണ് സാധനം. അപ്പോൾ N2 ആണ് അല്ലേ? അപ്പോൾ നൈട്രജൻ്റെ കേസ് പറയാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7, മാസ് നമ്പർ 14. അപ്പോൾ 7N14 ആണ്. അപ്പോൾ 2 ആറ്റം ഉണ്ടെങ്കിലോ എത്ര വരും? 7N14 ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 7N14 2 ഉണ്ട്. അപ്പം മാസ് ടോട്ടൽ 28 അല്ലേ? അപ്പോൾ 28 ഗ്രാം എന്ന് പറഞ്ഞാൽ 28 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് എത്ര മോളാണ്? 1 മോളാണ്. 28 ഗ്രാം 1 മോളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/28 മോളാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ എത്ര ഗ്രാം ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ 2 × 10⁻² കിലോഗ്രാം, 2 × 10⁻² കിലോഗ്രാം, കിലോഗ്രാമിനെ ഗ്രാം ആക്കിയാണ്, × 10,000. ഇത്രയും ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/28 × 2 × 10⁻² × 1000 എന്ന് വരും. ശരിയാണല്ലോ? അപ്പോൾ ആൻസർ 1/28 × 2, ബാക്കി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 10. ഓക്കെ, അപ്പോൾ 20/28 എന്ന് കിട്ടി. ഇതാണ് Nൻ്റെ വാല്യൂ. ഇനി എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q = നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം. Nൻ്റെ ആൻസർ 20/28 എന്നാണ്. ഇനി CPയുടെ ആൻസർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് 7/2 × 8.31 ∆Tയുടെ ആൻസർ 45. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് മച്ച് ജൂൾ എന്ന ആൻസർ കിട്ടും. നല്ല സിമ്പിൾ അല്ലേടാ? അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻ എന്താണ്? Q = mc∆T നമുക്കറിയാം. അതിവിടെ നമ്പർ ഓഫ് മോൾസ് വെച്ചുള്ള ഇക്വേഷൻ ആകുമ്പോൾ nc∆T എന്നാവും. ഇവിടെ C എന്ന് പറയുന്നത് CP ആണ്. ഇനി നൈട്രജൻ ഡയറ്റോമിക് ആണ്. അപ്പോൾ 7N14 ആണ് നൈട്രജൻ. അതിന് അങ്ങനെയുള്ള 2 പേര്. അപ്പം മാസ് ടോട്ടൽ 14 + 14 28 വരും തന്നെ. അപ്പോൾ 28 ഗ്രാമിനകത്ത് 1 മോൾ അല്ലേ? അപ്പോൾ 1 ഗ്രാമിനകത്ത് 1/28 മോൾ. ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര ഗ്രാം ഉണ്ട്? അപ്പോൾ അത്ര മോളെന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. CP അറിയാം, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 45. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q കിട്ടും. എളുപ്പമല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വൈ എയർ പ്രഷർ ഇൻ കാർ ടയർ ഇൻക്രീസസ് ഡ്യൂറിങ് ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എയർ പ്രഷർ എന്തുകൊണ്ടാണ് കൂടുന്നത്? അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ ടെമ്പറേച്ചർ അകത്ത് കൂടും. ശരിയല്ലേ? ടെമ്പറേച്ചർ അകത്ത് കൂടുമ്പോൾ എന്തും കൂടും? പ്രഷർ കൂടും. ഇതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ഇത് ആവശ്യമില്ല. ഡ്യൂ ടു ഫ്രിക്ഷൻ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ കാർ ഇൻക്രീസസ്. സോ നാച്ചുറലി വാട്ട് വിൽ ഇൻക്രീസ്? പ്രഷർ വിൽ ഇൻക്രീസ്. ഓക്കെ, ഇനി അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസർ. ഇനി ബി പാർട്ടിൻ്റെ ആൻസർ എന്താണ്? ദ ക്ലൈമറ്റ് ഇൻ ഹാർബർ ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ ഡെസേർട്ട് അറ്റ് ദ സെയിം ലാറ്റിറ്റ്യൂഡ് എന്നാണ്. അപ്പം നമുക്ക് ഒരു എന്താണ്, ഹാർബർ ടൗണിലെ ക്ലൈമറ്റ് ഓഫ് ഹാർബർ ടൗൺ ഈസ് മോർ മോഡറേറ്റ് എന്നാണ് ദാൻ ടൗൺ ഇൻ ഡെസേർട്ട് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എന്നാണ്. അപ്പം നമുക്കൊരു ഹാർബർ എടുക്കാം. ഈ ഹാർബറിൽ എന്താണ്, ഹ്യൂമിഡിറ്റി ഉണ്ടല്ലേ? അപ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ വാട്ടർ നിറയുണ്ട്. ഈ വാട്ടറിൻ്റെ വാട്ടർ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ സ്പെസിഫിക്
ഹീറ്റ് കപ്പാസിറ്റി ഹൈ ആണ്. ഓക്കെ, വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ ആണ്. സോ ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഓൺ ഓർ ഡിക്രീസസ് ഓൺലി സ്ലോലി. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ടെമ്പറേച്ചറെ അവിടെ കാണും. ഒരുപാട് ടെമ്പറേച്ചർ കൂടുകയില്ല, ഒരുപാട് ടെമ്പറേച്ചർ കുറയില്ല. സോ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അവിടെ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഹാർബർ ഹ്യൂമിഡിറ്റി, ദർ ഈസ് ഹ്യൂമിഡിറ്റി, സോ ദർ ഈസ് വാട്ടർ, മോർ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. So water is a substance having high specific heat capacity, so its temperature increases or decreases only slowly. So the temperature there remains at a particular value. Okay, ഇത്രയാണ് അതിൻ്റെ ആൻസർ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സിലിണ്ടർ വിത്ത് മൂവബിൾ പിസ്റ്റൺ കണ്ടെയ്ൻസ് 3 mol ഓഫ് ഹൈഡ്രജൻ. ഒരു സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്? 3 mol ഹൈഡ്രജൻ ആണ് അറ്റ് STP. ഓക്കെ, ദ വാൾസ് ആർ മെയ്ഡ് ഓഫ് ഹീറ്റ് ഇൻസുലേറ്റർ. ഈ വാൾസ് അല്ല, ഇൻസുലേറ്റഡ് ആണ്. പിസ്റ്റൺ ഈസ് ആൾസോ ഇൻസുലേറ്റഡ്. ബാക്കി എങ്ങനെയെന്നൊക്കെ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ. ബൈ വാട്ട് ഫാക്ടർ ഡസ് ദ പ്രഷർ ഇൻക്രീസ് ഇഫ് ദ ഗ്യാസ് ഈസ് കംപ്രസ് ടു ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇവിടെ നേരെ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം, അവിടെ പിസ്റ്റണോ വാളോ എല്ലാം എന്താണ്? കണ്ടക്റ്റിംഗ് അല്ല, ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്? അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ കണ്ടീഷൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. PV⁻γ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പം നമുക്കിവിടെ 2 കണ്ടീഷൻ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തേനെ P1V1⁻γ ഈക്വൽ ടു P2V2⁻γ എന്ന് ഞാൻ എഴുതാം. ഇനി നമ്മളുടെ നമുക്കിതിനകത്തുനിന്ന് എന്തെങ്കിലും ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതാ P2/P1 എങ്ങനെ കണ്ടുപിടിക്കാം? P2/P1 ഈസ് ഈക്വൽ ടു V1/V2 ദ ഹോൾ റൈസ് ടു ഗാമ. ഇതിനകത്തൊന്നും ആർക്കും ഡൗട്ടില്ല. ഈവനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറ്റാം. P2 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു V1/V2 റൈസ് ടു ഗാമ. ഇത്രയും മനസ്സിലായോ മക്കളെ? ഇനി എന്താ വേണ്ടത്? ഇനീഷ്യലി ഉള്ള പ്രഷറൊക്കെ നമുക്കറിയാം. എത്രയാണ്? STP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 1 atmos ആണ്. ഓക്കെ, 1 atmos ആണ്. ഇനി അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ആദ്യത്തെ വോളിയം V1 ആണ്. ഇപ്പോഴത്തെ വോളിയം എന്ന് പറയുന്നത് എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. നേരെ നോക്കിയാൽ മതി. ഇതാ പിസ്റ്റൺ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കൂ. 3 mols അറ്റ് STP, വാൾസ് എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇഫ് ദ ഗ്യാസ് ഈസ് കംപ്രസ് ടു ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയമാണ് V1. അപ്പോൾ ഇതാ V1 ആണ് ഒറിജിനൽ വോളിയം. ഓക്കെ, ഇനി അടുത്തെന്താണ്? V2 എന്ന് പറയുന്നത് എന്താണ്? V1ൻ്റെ ഹാഫാണ്. ഓക്കെ, ഇങ്ങനെ ആക്കിയാൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? P2 ഈസ് ഈക്വൽ ടു P1ൻ്റെ ആൻസർ 1 എന്നാണ്. V1ൻ്റെ ആൻസർ V1 എന്ന് തന്നെയാണ്. ഡിവൈഡ് ബൈ V2ൻ്റെ ആൻസർ V1 ഡിവൈഡ് ബൈ 2. ഓക്കെ, റൈസ് ടു ഗാമ. ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ഒരു ഡയറ്റോമിക് ആണ്. ഡയറ്റോമിക് ആണെങ്കിൽ ഗാമയുടെ വാല്യൂ 1.4 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് V1 ക്യാൻസൽ ആവും. ദ ആൻസർ ഇതാ കിട്ടി. P2 ഈസ് ഈക്വൽ ടു നമുക്ക് 2 റൈസ് ടു 1/4 എന്നാണ്. ഓക്കെ, 1/4 ഇൻറ്റു 1 എന്നാണ്. 1 എന്നുള്ളതിന് വരെ നിങ്ങൾ വേണമെങ്കിൽ P1 എന്ന് കിട്ടോ. ഓക്കെ, പണ്ടത്തെ പ്രഷറിൻ്റെ 2 റൈസ് ടു 1.4 ടൈംസ് ആണ് ഇപ്പോഴത്തെ പ്രഷർ. പണ്ടത്തെ പ്രഷർ 1 atmos ആണ്. അതിൻ്റെ 2 റൈസ് ടു 1.4 ആയിട്ട് മാറും ഈ പുതിയ പ്രഷർ. ഇതല്ലേ ചോദ്യം. ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് ഞാൻ പറയാം. ഇത് ആ കണ്ടെയ്നർ നമ്മൾ നോക്കിയപ്പോൾ അത് ഇൻസുലേറ്റഡ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇത് അഡയബാറ്റിക് പ്രോസസ്സാണ് നടത്താൻ പോകുന്നതെന്ന് മനസ്സിലായി. അഡയബാറ്റിക്കിൻ്റെ ഇക്വേഷൻ PV⁻γ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ 2 കണ്ടീഷൻ ഉള്ളതുകൊണ്ട് P1V1 ഈസ് റൈസ് ടു ഗാമ ഈക്വൽ ടു P2V2⁻γ എന്നാണ്. ഇത്രയൊക്കെ നമുക്ക് അറിയാം. അതിനകത്തുനിന്ന് ഡിവൈഡ് ചെയ്തൊരു ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് P2 കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ആദ്യമുള്ള വോളിയം V1 ആണ്. പുതിയ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫാണ്. ഇനി ആദ്യമുള്ള പ്രഷർ 1 atmos ആണ്. പുതിയ പ്രഷർ P2 എത്രയെന്ന് ക്രോസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എളുപ്പമല്ലേടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? ഇൻ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് അഡയബാറ്റിക്കലി ഫ്രം ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് A ടു അനദർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് B. A എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് B എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ ഒരു പ്രോസസ്സ് നടത്തുകയാണ്. ഇനി എമൗണ്ട് ഓഫ് വർക്ക് 22.3 എന്നാണ്. അപ്പോൾ വർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വർക്കിൻ്റെ ആൻസർ 22.3 എന്നാണ്. വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന് മൈനസ് ഇടണം. ഇനി അടുത്തത് ഇതാണെങ്കിൽ നിങ്ങൾ നേരെ നോക്കുക. അഡയബാറ്റിക് എന്ന് പറയുന്നുണ്ട്. അഡയബാറ്റിക് ആകുമ്പോൾ ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ 0 ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു വെച്ചിട്ട് നമുക്ക് ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാം. ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. അപ്പോൾ 0 മൈനസ് -22.3 എന്നാണ്. അപ്പോൾ ആൻസർ 22.3 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ ആൻസർ കിട്ടി? ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ കിട്ടി. ഇനി ഇതേ സംഭവം തന്നെ ബാക്കി വായിക്കൂ. ഇഫ് ദ ഗ്യാസ് ഈസ് ടേക്കൺ ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് ബി, ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും നടത്തുന്നത്. പക്ഷേ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം 9.35, എയിന്ന് ബിയിലോട്ടുള്ള ഈ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. പക്ഷേ ഹീറ്റ് അബ്സോർബ്ഡ്, നമ്മുടെ ഹീറ്റ് അബ്സോർബ്ഡിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 9.35 കലോറിയാണ്. കലോറിയെ ജൂളാക്കാൻ 4.2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അത്രയും ജൂളെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് 39.2 ജൂളെന്ന് കിട്ടും. പ്രയാസമില്ല. ഇനി അതേ ഗ്യാസ് അല്ലേ, അപ്പോൾ ഇൻറ്റേർണൽ എനർജിയുടെ ആൻസർ സെയിം ആയിരിക്കും. എത്ര? 22.3 ജൂളെന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ വർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ പറയൂ, വർക്ക് എങ്ങനെയാണ് കാണുക? വർക്ക് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു എന്നാണ്. ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ 39.2 മൈനസ് 22.3 എന്നാണ്. അപ്പോൾ അതാ 16.9 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മച്ച് ജൂൾ. ഇത് എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സ് നടത്തുകയാണ്. ഒരു പ്രോസസ്സ് നടത്തിയപ്പോൾ സ്റ്റേറ്റ് എയിൽ നിന്ന് സ്റ്റേറ്റ് ബിയിലേക്ക് സിസ്റ്റം എത്തി. ഈ സമയത്തുള്ള വർക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ഓൺ ആയതുകൊണ്ട് മൈനസ് ഇട്ടു. ഇനി അഡയാബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ 0 ഇട്ടു. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിച്ചു. ഇനി ഇതേ പ്രോസസ്സ് വീണ്ടും നടത്തി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യുവിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് കലോറിയിലാണ്, അതിനെ ജൂളാക്കണം. ഇനി ഇവിടുത്തെ കേസിലെ വർക്ക് എത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വലിയ ക്വസ്റ്റ്യൻ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. നോക്കാം, ഒന്ന് പേടിക്കൊന്നും വേണ്ട. 2 cylinders A and B ഓഫ് ഈക്വൽ കപ്പാസിറ്റി. ഈക്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വോളിയം സെയിം ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ എ സ്റ്റോപ്പ് കോക്ക്. ഇതിൻ്റെ രണ്ടിനെയും ഒരു സ്റ്റോപ്പ് കോക്ക് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, 2 സിലിണ്ടറുകളെ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവമുണ്ട്, വാൽവുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ പേരാണ് എ, രണ്ടാമത്തെ പേരാണ് ബി. ഇനി നമുക്ക് നോക്കാം, രണ്ടിൻ്റെയും എന്ത് സെയിമാണ്? വോളിയം സെയിമാണ്. അപ്പോൾ 2 പേരുടെ വോളിയം സെയിമാണ്. അവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് വേണ്ടത്? ദ സിലിണ്ടർ എ കണ്ടെയ്ൻസ് എ ഗ്യാസ് അറ്റ് STP. ആദ്യത്തിനകത്ത് STPയിലുള്ളൊരു ഗ്യാസ് ആണ്. ഓക്കെ, 2 cylinders A and B of equal capacity are connected to each other via a stopcock. ഓക്കെ ആണ്. The cylinder A contains a gas at STP. ഓക്കെ, while cylinder B is evacuated. Cylinder B evacuated ആണ്. Entire system is insulated. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ടോ വെളിയിൽ നിന്ന് സിസ്റ്റത്തിലോട്ടോ ഹീറ്റ് കയറുന്ന ഏർപ്പാടില്ല. ഇനി സ്റ്റോപ്പ് കോക്ക് പതുക്കെ അങ്ങ് തുറന്നു കൊടുത്തു. ഓക്കെ, വാട്ട് ഈസ് എ ഫൈനൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ എ ആൻഡ് ബി? അപ്പോൾ എയിലെയും ബിയിലെയും ഫൈനൽ എന്താണ് പ്രഷർ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറിന് ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബോയിൽസ് ലോ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. PV എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറയണം. നമ്മുടെ വാൽവ് അങ്ങോട്ട് തുറക്കുമ്പോൾ വോളിയം എന്താവും? 2V ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഗ്യാസ് 2 പാത്രത്തിൽ കയറും. അപ്പോൾ അതിന് പുതിയ വോളിയം 2V ആവും. അപ്പോൾ വോളിയം ഡബിൾ ആവുമ്പോൾ പ്രഷർ എന്ത് ചെയ്യണം? ഹാഫായിട്ട് മാറണം. നല്ല PV കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കൂ. അപ്പോൾ പ്രഷർ പണ്ട് P ആയിരുന്നു, അത് ഹാഫായി മാറും, P/2 ആയിട്ട് മാറും. ഇനി ആദ്യം പ്രഷർ എത്രയായിരുന്നു? STPയിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 1 atmos ആണ്. അപ്പോൾ പ്രഷറിൻ്റെ വാല്യൂ പണ്ട് 1 atmos ആണ് /2. അപ്പോൾ എത്രയായി? ഹാഫ് atmos ആയിട്ട് മാറി പുതിയ പ്രഷർ. അപ്പോൾ ന്യൂ പ്രഷർ എത്ര എന്നാണ് ചോദ്യം. വാട്ട് ഈസ് എ ഫൈനൽ പ്രഷർ? ആൻസർ പറയൂ. ഫൈനൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഹാഫ് atmos. ബുദ്ധിമുട്ടിയോ? നല്ല എളുപ്പമല്ലേ? അപ്പോൾ ആദ്യത്തെ പാർട്ടി ഒന്നും കൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ ഇതേമാതിരി 2 ഒരേ വോളിയമുള്ള പാത്രങ്ങൾ തമ്മിൽ ഇതുപോലെ ഒരു ട്യൂബ്, ഇടയ്ക്ക് ഒരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ആദ്യത്തിൻ്റെ പേര് എ എന്നാണ്, രണ്ടാമത്തെ പേര് ബി എന്നാണ്. ഇനി രണ്ടിൻ്റെ വോളിയം സെയിം ആണ്. ഇപ്പോൾ ഈ ആദ്യത്തിൽ മാത്രം STPയിലുള്ളൊരു ഗ്യാസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട, പ്രഷർ എത്ര, ടെമ്പറേച്ചർ എത്ര എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ ഇതങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും പറയൂ. ഇവിടെ ഇരുന്ന ഈ ഗ്യാസ് ഇപ്പം ഇതിലോട്ടും കൂടെ ഓടിക്കയറും. അപ്പോൾ വോളിയം V എന്നുള്ളത് 2V ആവും. ഓക്കെ, ഇനി ഇവിടെ ടെമ്പറേച്ചർ ഒന്നും മാറ്റമില്ല, കാരണം എല്ലാം ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബോയിൽസിൽ വെച്ചിട്ട് PV ഈസ് എ കോൺസ്റ്റൻ്റ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ P ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു വോളിയം ആണ്. ഇവിടെ വോളിയം ഡബിളായി, അപ്പോൾ പ്രഷർ ഹാഫ് ആവണം, എന്നാലേ അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ PV തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ പ്രഷറിൻ്റെ പുതിയ വാല്യൂ എത്ര, ഹാഫ് അറ്റ്മോസ്. നല്ല എളുപ്പമല്ലേ. അടുത്ത ബി പാർട്ട് വായിക്കൂ. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി? ഇൻറ്റേർണൽ എനർജിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും? അപ്പോൾ ഞാൻ എഴുതാം, അറിയാമെന്നുള്ളത് തന്നെയാണ്. ഇതാ ഞാനിവിടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ അഡയാബാറ്റിക് ആണ്, ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ 0 ആണ്. ഓക്കെ, ഇനി ഇവിടെ ആരും വന്ന് വർക്കും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഓടിക്കളിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സിമ്പിളായിട്ടത് നടന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ വർക്കിൻ്റെ ആൻസറും 0 ആണ്. ഓക്കെ, വർക്കിൻ്റെ ആൻസർ 0 ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജിയുടെ ആൻസർ എങ്ങനെ കാണും? ഇൻറ്റേർണൽ എനർജിയുടെ ആൻസറും 0 ആയിരിക്കും. കാരണം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള കണ്ടീഷൻ ഓക്കെ ആവണമെങ്കിൽ ഡെൽറ്റ യുവിൻ്റെ ആൻസറും എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി? അതും 0. അപ്പം പ്രത്യേകതയൊന്നുമില്ല, ജസ്റ്റ് വാൽവ് തുറന്നു കൊടുത്തു. ഓക്കെ, അപ്പോൾ ആരും നമ്മുടെ ഗ്യാസിൻ്റെ മണ്ടക്കിട്ട് വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്യാസ് ചുമ്മാതെ ഓടി അപ്പുറത്തോട്ട് ഓടിക്കയറി. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ് ആണെന്ന് നമുക്കറിയാം. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഡെൽറ്റ ക്യൂ 0 ആണ്. ഇവിടെ വർക്കൊന്നും ചെയ്തില്ല, അപ്പോൾ വർക്കിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ നാച്ചുറലി ഡെൽറ്റ യുവിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? നിങ്ങൾ തന്നെ പറയൂ. ഇവിടെ ഡെൽറ്റ യുവിൻ്റെ ആൻസർ എത്രയാണ് മക്കളെ? 0 അല്ലേടാ. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടായില്ല. അപ്പോൾ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിനും ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ എത്ര? 0 എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഡു ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ബിഫോർ സെറ്റിംഗ് ടു ഫൈനൽ ഇക്വിലിബ്രിയം ലൈ ഓൺ PVT സർഫസ് എന്നാണ്. പേടിക്കൊന്നും ചെയ്യരുത്. നമ്മുടെ ഇവിടെ ഒരു പ്രോസസ്സ് നടത്തി, ഈ പ്രോസസ്സ് നടത്തുമ്പോഴത്തേക്ക് വാൽവ് അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം ടപ്പനെ അപ്പുറത്തോട്ട് അങ്ങ് പോകും. അപ്പോൾ വളരെ ഫാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു ഫാസ്റ്റ് പ്രോസസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഈ ഫാസ്റ്റ് പ്രോസസ്സ് ആയിരിക്കുമ്പോഴത്തേക്ക് സിസ്റ്റത്തിന് ചേഞ്ച് സംഭവിച്ചിട്ടാണ് രണ്ടിലേക്കും സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഈ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ. വളരെ സ്ലോയിൽ നടത്തുകയാണെങ്കിൽ കണ്ടീഷൻസിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഫാസ്റ്റ് പ്രോസസ് ആയതുകൊണ്ട് കണ്ടീഷൻസ് ചേഞ്ച് ആവും. അപ്പോൾ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വഴി പാസ് ചെയ്യും. നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വഴി പാസ് ചെയ്തേ മതിയാവും. അപ്പോൾ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വഴി പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺ PVT സർഫസ്. ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വഴിയാണ് പോയിരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ PVT സർഫസ്. നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വഴിയാണ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺ PVT സർഫസ്. ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സ്ലോ പ്രോസസ് ആണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടില്ലായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് പ്രോസസ്. സോ ദി സിസ്റ്റം passes through non-equilibrium states. ഓക്കെ, നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ PVT, നോട്ട് ഓൺ PVT സർഫസ്. ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ചെറിയൊരു തിയറി കണ്ടന്റ് ഇവിടെയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒന്ന് വായിച്ചു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ് 5.4 × 10⁸ ഓഫ് വർക്ക് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ചെയ്യുന്ന വർക്കാണ് തന്നിരിക്കുന്നത്. ഇനി ആൻഡ് സർവീസസ് 3.6 × 10⁹ ജൂൾ ഹീറ്റ് പെർ മിനിറ്റ് ഫ്രം ബോയിലർ. അതിൻ്റെ ബോയിലറിൽ നിന്ന് ഇത്രയും ഹീറ്റ് പിടിച്ചിട്ട് എത്ര ജൂൾ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് എഫിഷ്യൻസി? എഫിഷ്യൻസി എങ്ങനെ കാണും? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈറ്റ എന്നാണ് ലെറ്റർ കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഹീറ്റ് ടേക്കൺ എടുത്തിട്ട് ഇതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, % ഇടുക. നല്ല എളുപ്പമാണ്. അപ്പോൾ വർക്ക് ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് തന്നത്? 5.4 × 10⁸ അല്ലേ? ഡിവൈഡ് ബൈ ഹീറ്റ് ടേക്കൺ എത്ര? 3.6 × 10⁹ അല്ലേ?
അപ്പോൾ ഇത് എടുക്കുക ഇൻറ്റു 100%. പ്രയാസമൊന്നുമില്ല. അപ്പോൾ ആൻസർ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 15% എന്ന് വരും. ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യും. ഇനി വാട്ട് ഈസ് എഫിഷ്യൻസി അത് നമ്മൾ ചെയ്തു. ഹൗ മച്ച് ഹീറ്റ് ഈസ് വേസ്റ്റഡ്, എത്ര ഹീറ്റ് വേസ്റ്റായി. അപ്പോൾ ഹീറ്റ് വേസ്റ്റഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഹീറ്റ് വേസ്റ്റഡ് എങ്ങനെ കണ്ടുപിടിക്കും? എൻജിൻ റിസീവ് ചെയ്തത് എത്രയാണ്? 3.6 × 10⁻⁹ ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യണം തന്നത് 5.4 × 10⁻⁸. അപ്പോൾ വേസ്റ്റ് ചെയ്ത് എത്രയെന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മളൊന്ന് പവർ മാറ്റാം. അപ്പോൾ എത്ര വരും? 36 × 10⁻⁸ മൈനസ് 5.4 × 10⁻⁸ എന്നാണ്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ആൻസർ വരുന്നത് 30.6 എന്ന് വരും. 30.6 × 10⁻⁸ ജൂൾ എന്നാണ്. ഓക്കെ, ഇത്രയും ജൂൾ ഹീറ്റ് 1 മിനിറ്റിൽ വേസ്റ്റ് ആവുന്നു. ഇതെന്ത് പ്രയാസം? എഫിഷ്യൻസി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. എഫിഷ്യൻസി ആണുള്ള ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ബൈ ഇൻപുട്ടിലുള്ളത് ഇൻറ്റു 100%. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി എത്ര വേസ്റ്റായി? പിടിച്ചത്, റിസീവ് ചെയ്തത് അറിയാം, തന്നത് അറിയാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വേസ്റ്റായി എന്ന് കിട്ടും. ബുദ്ധിമുട്ടുണ്ടോ? ഇനി പവർ ഒന്ന് ക്ലിയർ ചെയ്തോണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ആൻ ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് ദ റേറ്റ് 100 watt. അപ്പോൾ ഹീറ്റ് തരുന്നതിൻ്റെ റേറ്റാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് ദ റേറ്റ്. ഹീറ്റിൻ്റെ റേറ്റ്, ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂള്. ബൈ ടൈം, ജൂൾ ബൈ ടൈം, വർക്ക് ബൈ ടൈം എന്താണ്? പവറാണ്. അപ്പോൾ നമുക്ക് ഹീറ്റ് ബൈ ടൈം ΔQ/ΔT ആണ് അവർ തന്നിരിക്കുന്നത്. എത്ര? 100 ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ജൂൾ പെർ മിനിറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തത് പെർഫോംസ് വർക്ക് അറ്റ് ദ റേറ്റ്. വർക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. ഓക്കെ, 75 ജൂൾ പെർ സെക്കൻഡ് എന്നാണ്. അറ്റ് വാട്ട് റേറ്റ് ഇൻറ്റേർണൽ എനർജി ഈസ് ഇൻക്രീസിങ് ΔU/ΔT എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കൊച്ചു കുട്ടികളുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് ΔQ ഈസ് ഈക്വൽ ടു ΔU + ΔW എന്ന് എഴുതാം. ഇതിനെ മൊത്തത്തിൽ ΔT കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ പുതിയതായിട്ട് ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ഇനി ഇതിന് വാല്യൂ ഇടുക അല്ലേ? 100 ഈസ് ഈക്വൽ ടു ΔU/ΔT പ്ലസ് 75. ഇനി വളരെ ക്ലിയർ ആണ്. ΔU/ΔTയുടെ ആൻസർ എത്ര വരും? 25 വാട്ട്. ഓക്കെ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ 25 വാട്ട് എന്നാണ് ആൻസർ. ഒരു പ്രയാസമില്ലാതെ സിമ്പിളായിട്ട് കിട്ടി. നമുക്കറിയാവുന്ന ഇക്വേഷൻ അതിനെ മൊത്തത്തിൽ ΔT കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തന്നിരിക്കുന്ന എല്ലാം സംതിങ് ബൈ ΔT ആണ്. എളുപ്പമില്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, സമയം പഴിക്കളേണ്ട. എന്താണ്? എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം ആൻ ഇനീഷ്യൽ സ്റ്റേറ്റ് D ടു ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് E. D ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അവിടെ നിന്ന് E എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി. എന്നിട്ട് ബൈ എ ലീനിയർ പ്രോസസ്സ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ലീനിയർ പ്രോസസ്സാണ്. ഇനി അടുത്ത ഓളിയം ഈസ്, ഇപ്പോഴത്തെ ഓളിയവും പഴയ ഓളിയവും പറയണം. നിങ്ങൾ തന്നെ നേരെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. നോക്കൂ, എന്താണ് ഇപ്പോഴത്തെ ഓളിയം? ഇവിടെ എഴുതിയിട്ടുണ്ട് 5 m³ ആണ്. പണ്ടത്തെ ഓളിയം 2 ആണ്. അപ്പോൾ ഓളിയം ഡിയിൽ നിന്ന് ഇയിലേക്ക് എത്തുമ്പോൾ ഓളിയം 2 ഇന്ന് 5ലേക്ക് കൂടും. ഓക്കെ, ഇനി അടുത്തത് ഡിയിലിരിക്കുമ്പോൾ പ്രഷർ 600 Nm/m² ആണ്. ഓക്കെ, ഇവിടെ ഇയിലെത്തുമ്പോൾ അത് കുറഞ്ഞ് 300 ആയിട്ട് മാറി. ഇതൊക്കെ നോക്കിയ ഒരാളിന് മനസ്സിലാവും. ഇനി അടുത്തത് ഇറ്റ്സ് ഓളിയം ഈസ് ദെൻ റെഡ്യൂസ് ടു ഒറിജിനൽ വാല്യൂ. ഓളിയം പഴയ വാല്യൂവിലേക്ക് കൊണ്ടുവന്നു. ഓളിയം പണ്ട് 2 ആയിരുന്നു, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതായി ഇവിടെ കൊണ്ടുവന്നു. കണ്ടോ? ഇവിടെ കൊണ്ടുവന്നു, ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഴയ ഓളിയം ഇതാ വീണ്ടും അച്ചീവ് ചെയ്തു. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ വർക്ക് ഫ്രം D ടു E ടു F. ഈ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് വാട്ട് ഈസ് വർക്ക് ഡൺ ഇൻ ദിസ് ക്ലോസ്ഡ് പ്രോസസ്. ഡിയിൽ നിന്ന് ഇയിലെത്തി, ഇയിൽ നിന്ന് എഫിലെത്തി, എഫിൽ നിന്ന് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. ഇതിപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഏത് ഷേപ്പോ ആയിക്കോട്ടെ, വർക്ക് കാണാൻ പറഞ്ഞാൽ ആ കിട്ടിയ കർവിൻ്റെ ഏരിയ കാണുക. നമ്മുടെ ഇവിടെ കർവല്ല, ഒരു ട്രയാങ്കിളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്താൽ എന്തായി? വർക്കായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഏത് മോഡൽ ക്വസ്റ്റിനും ഇതാണ് ആൻസർ. വർക്ക് കാണാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ½ ആണ്. ഹാഫ് എഴുതി. ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 ൽ നിന്ന് 2 മൈനസ് ചെയ്യട്ടെ 3.
ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 600 നിന്ന് 300 മൈനസ് ചെയ്യണം. 300. ഇനി നിങ്ങൾക്ക് തന്നെ പറ്റും 3 × 150. അപ്പോൾ എത്ര 450 ജൂൾ എന്നാണ്. അപ്പോൾ പ്രയാസമുണ്ടോ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് കിട്ടിയാൽ നമ്മൾ അവിടെ കിട്ടുന്ന ഷേപ്പ് ചിലപ്പോൾ ഒരു സർക്കിളായിരിക്കും. അപ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയ കാണുക. അപ്പോൾ എന്ത് ഷേപ്പാണെന്ന് നോക്കുക, അതിൻ്റെ ഏരിയ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ വേറെ ടെൻഷൻ അടിക്കേണ്ട. ഒരു ക്ലോസ്ഡ് പ്രോസസ്സ് അല്ലേ, സൈക്ലിക് പ്രോസസ്സ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന ഫിഗർ ഏതാണോ ആ ഫിഗറിൻ്റെ എന്തെടുത്താൽ മതി, ഏരിയ. നല്ല പ്രയാസം ഉണ്ടോ മക്കളെ? ഇനി നമ്മുടെ ഫൈനൽ ക്വസ്റ്റനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത് ആക്ച്വലി സിലബസിലില്ല, എന്നാൽ ഞാൻ അതിനകത്ത് പ്രിൻറ്റിങ്ങിൽ തന്നിരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. എ റെഫ്രിജറേറ്റർ ഈസ് ടു മെയിൻറ്റെയിൻ ഈറ്റബിൾസ് കെപ്റ്റ് ഇൻസൈഡ് അറ്റ് 9 ഡിഗ്രി. റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് 9 ഡിഗ്രിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഇൻസൈഡ് ടെമ്പറേച്ചർ അറിയാം. റൂം ടെമ്പറേച്ചർ 36 ആണ്. അപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചറും അറിയാം. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, ഇപ്പോൾ ഈ റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ച ഒരു പാരാമീറ്ററാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അതിനെ നമ്മൾ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബീറ്റ കാണാൻ നമ്മുടെ ഇവിടെ ഇൻസൈഡിലുള്ള ടെമ്പറേച്ചർ ഇല്ലേ, ഇൻസൈഡ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നോക്കുക. ഓക്കെ, ഇൻസൈഡ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നോക്കുക. അപ്പോൾ അതാണ് റേഷ്യോ. അപ്പോൾ ഇൻസൈഡ് ടെമ്പറേച്ചർ എത്ര? നമ്മുടെ ഇവിടെ ഇൻസൈഡ് 9 ആണ്. അപ്പം 9 + 273 എന്നാണ്. അതിനെ കെൽവിനിലോട്ട് മാറ്റണം കേട്ടോ. ഡിവൈഡഡ് ബൈ 36 + 273 എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. 273, 280, 282, 282 ഡിവൈഡഡ് ബൈ ഇതെത്ര വരും? 273, 36, 9, 10, 309. അപ്പോൾ 309 എന്നാണ്. ഓക്കെ, അപ്പോൾ 309. ഇനി ഒരു കാര്യം കൂടെ ഞാൻ മറന്നുപോയി. ഇവിടെ നമ്മുടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ മൈനസ് ഇൻസൈഡ് എന്നുണ്ട്. ഇൻസൈഡ് ടെമ്പറേച്ചർ, അപ്പം മൈനസ് ഇൻസൈഡ് ടെമ്പറേച്ചർ എത്ര? 282. അപ്പോൾ ഇത് ചെയ്തെടുക്കണം. ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഇറൈസ് ചെയ്തിട്ട് പറയാം. ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതാം. ബീറ്റ ഈസ് ഈക്വൽ ടു ഇൻസൈഡ് ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. നമുക്ക് ഇൻസൈഡ് ടെമ്പറേച്ചറിനെ T1 എന്ന് വിളിക്കാം. അപ്പോൾ T1 ഡിവൈഡഡ് ബൈ ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനെ T2 എന്ന് വിളിക്കാം. T2 - T1. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. T1ൻ്റെ വാല്യൂ എത്ര? 282 ഡിവൈഡഡ് ബൈ ഔട്ട്സൈഡ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്ര? 309 മൈനസ് ഇൻസൈഡ് ടെമ്പറേച്ചർ 282. ഓക്കെ, ഇത് ചെയ്തെടുക്കുക. യു വിൽ ബി ഗെറ്റിംഗ് 10.4. യൂണിറ്റ് ഒന്നും ഇല്ലയെന്ന് ക്ലിയർ ആണ്, ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ തെർമോഡൈനാമിക്സിൻ്റെ ന്യൂമറിക്കൽസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. നല്ല സിമ്പിളാണ്, അതുപോലെ നമ്പർ ഓഫ് ന്യൂമറിക്കൽസ് വളരെ കുറവുമാണ്. അപ്പോൾ സ്മാർട്ടായിട്ട് എഴുതി പഠിക്കുക, നന്നായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.